ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCG മെട്രിക്സും GE മെക്കൻസി മെട്രിക്സുമാണ്. ഫസ്റ്റ് നമുക്ക് BCG മെട്രിക്സ് എന്താണെന്ന് നോക്കാം. എവരി ബിസിനസ് റിക്വയർസ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് ഗോൾസ്. എല്ലാ ബിസിനസ്സിനും ഒരു ഗോൾ ഉണ്ടാവും. അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പർ സ്ട്രാറ്റജീസ് ആവശ്യമാണ്. ഫോർ ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് ദ കമ്പനി ഹാസ് ടു അനലൈസ് ഇറ്റ്സ് ബിസിനസ് യൂണിറ്റ് ഓർ പ്രൊഡക്റ്റ് ലൈൻ. അതായത് ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാനായിട്ട് ഒരു കമ്പനി പ്രോപ്പറായിട്ട് അതിൻ്റെ ബിസിനസ് യൂണിറ്റ് അതിൻ്റെ പ്രൊഡക്റ്റ് ലൈൻ എല്ലാം അനലൈസ് ചെയ്യണം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സച്ച് അനാലിസിസ് ദ കമ്പനി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ വെൽ ഇറ്റ്സ് ബിസിനസ് യൂണിറ്റ് ഓർ പ്രൊഡക്റ്റ് ലൈൻസ് ആർ പെർഫോമിംഗ് ഇൻ ദ മാർക്കറ്റ്. ഈ ഒരു അനാലിസിസിലൂടെ ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്മാന് മനസ്സിലാവും എത്രത്തോളം അത് പ്രൊഡക്റ്റ് ലൈനും അതിൻ്റെ ഒരു പ്രൊഡക്ട്സ് യൂണിറ്റും ഒക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. There are two tools for analyzing product and business unit. ഒരു പ്രൊഡക്റ്റ് അനലൈസ് ചെയ്യാനും ബിസിനസ് യൂണിറ്റ് അനലൈസ് ചെയ്യാനും പ്രധാനപ്പെട്ട രണ്ട് ടൂൾസാണ് ഏതൊക്കെ? BCG മെട്രിക്സും GE മെക്കൻസി മെട്രിക്സും. ഫസ്റ്റ് നമുക്ക് BCG മെട്രിക്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദ ബോസ്റ്റൺ മെട്രിക്സ് വാസ് ഡെവലപ്ഡ് ബൈ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ്സ് ഫൗണ്ടർ ബ്രൂസ് ഹെൻഡേഴ്സൺ ആണ് 1970s ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദ മെട്രിക്സ് ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ ദ ബേസ് ഓഫ് ദെയർ റിലേറ്റീവ് മാർക്കറ്റ് ഷെയർസ് ആൻഡ് ഇൻഡസ്ട്രി ഗ്രോത്ത് റേറ്റ് പ്രൊഡക്ട്സ് ആർ ബിസിനസ് യൂണിറ്റ്. ഇത് ഒരു മാർക്കറ്റ് ഷെയറിൻ്റെയും അതേപോലെ തന്നെ മാർക്കറ്റ് ഗ്രോത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓൺ വെർട്ടിക്കൽ ആക്സിസ് ഇൻഡസ്ട്രി ഓർ മാർക്കറ്റ് ഗ്രോത്ത് ഈസ് മെഷർഡ്. അത് വെർട്ടിക്കൽ ആക്സിസിൽ ഇൻഡസ്ട്രിയുടെ ഒരു ഇൻഡസ്ട്രിയുടെ ലോ ആണോ ഹൈ ആണോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ ഹൊറിസോണ്ടൽ ആക്സിസിൽ മാർക്കറ്റ് ഷെയർസ് അത് ലോ ആണോ ഹൈ ആണോ എന്ന രീതിയിലാണ് അത് കണക്കാക്കുന്നത്. ദ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ആക്സിസ് ഇൻഡിക്കേറ്റ് ദ attractiveness and profit potential of a market. A market that is growing and expanding is perhaps more attractive than a market that is stable or growing relatively slowly. The market share axis is a measure of how successful a company, businesses, product are in the market. അതായത് ഒരു മാർക്കറ്റ് ഷെയർ ആക്സിസ് നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ സാധിക്കുന്നു. എത്രത്തോളം ആ കമ്പനി ഒരു മാർക്കറ്റിൽ സക്സസ് ആണ്, എത്രത്തോളം അതിൻ്റെ ഷെയർസിന് ഗ്രോത്ത് ഉണ്ടോ, മാർക്കറ്റ് ഗ്രോത്ത് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇറ്റ് റിലേറ്റഡ് ടു ദ എമൗണ്ട് ഓഫ് സെയിൽസ് എ കമ്പനി മേക്ക് ഇൻ റിലേഷൻ ടു ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. ജനറലി ദ ഹയർ മാർക്കറ്റ് ഷെയർ ദ മോർ ക്യാഷ് എ ബിസിനസ് വിൽ ജനറേറ്റ്. BCG മെട്രിക്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയുള്ളത്? ഫസ്റ്റ് വൺ സ്റ്റാർ ആണ്. അതിൽ മാർക്കറ്റ് ഷെയറും ഹൈ ആണ്, മാർക്കറ്റ് ഷെയറും ഹൈ ആണ്, മാർക്കറ്റ് ഗ്രോത്തും ഹൈ ആണ്. സെക്കൻഡ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് നോക്കാം. ക്വസ്റ്റ്യൻ മാർക്കിൽ മാർക്കറ്റ് ഷെയർ ലോ ആണ്. ഇത് മാർക്കറ്റ് ഷെയറിൻ്റെ ഭാഗം വരുന്നത് എന്താണ്? ഇവിടെ ലോ ആണ്. എന്നാൽ ഇതാണെങ്കിലോ ഗ്രോത്ത് ആണെങ്കിലോ ഹൈ ആണ്. ഡോഗ് ആണെങ്കിൽ മാർക്കറ്റ് ഗ്രോത്തും ലോ ആണ്, എന്നാൽ മാർക്കറ്റ് ഷെയറും ലോ ആണ്. ക്യാഷ് കൗ ആണെങ്കിൽ മാർക്കറ്റ് ഷെയർ ഹൈ ആണ്, എന്നാൽ മാർക്കറ്റ് ഗ്രോത്ത് ലോ ആണ്. ഈ ഒരു ഡയഗ്രാമാണ് ഇത് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്നത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, അതൊന്ന് നോക്കി വെച്ചാൽ മതി. The four cells in the matrix may be briefly explained as follows. ഏതൊക്കെയാണ്? സ്റ്റാർ. സ്റ്റാർസ് ആർ ഹൈ ഗ്രോത്ത്, ഹൈ മാർക്കറ്റ് ഷെയർ ബിസിനസ് ഓർ പ്രൊഡക്റ്റ്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഹൈ ഗ്രോത്ത് ആണ്. ദീസ് ആർ മാർക്കറ്റ് ലീഡേഴ്സ്. ദ പ്രൊഡക്റ്റ് ആർ കമ്പനീസ് മോസ്റ്റ് വാല്യുബിൾ അസറ്റ് അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് ദ പ്രൊഡക്റ്റ് ലൈൻ. ഇത് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ നിൽക്കുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകളായിരിക്കും സ്റ്റാർ. They generate excess cash with their market growth rates low. Star become cash cow. ഇനി സപ്പോസ് അത് റേറ്റ് കുറയുകയാണെങ്കിൽ അതിന് എന്താവും? ക്യാഷ് കോ ആവും. അടുത്ത് ക്യാഷ് കൗ. ക്യാഷ് കൗസ് ആർ ബിസിനസ്സസ് ഓർ പ്രൊഡക്റ്റ് വിച്ച് ജനറേറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ് ബട്ട് ദെയർ റേറ്റ് ഗ്രോത്ത് ഈസ് ലോ. ലാർജ് എമൗണ്ട് ഓഫ് ഷെയർസ് ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് കുറവായിരിക്കും. They generate more cash. These are very profitable. This is because they do not require high level of investment and they are usually at the maturity level of PLC. Next one, question mark. These are business or product that are high in growth market but are achieving low level of market share. ക്വസ്റ്റ്യൻ മാർക്കിൽ മാർക്കറ്റ് ഷെയർ വളരെ കുറവായിരിക്കും, എന്നാൽ ഗ്രോത്ത് റേറ്റ് കൂടുതലായിരിക്കും. They require large amount of cash to maintain or gain market share. ഇത് ലാർജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ആവശ്യമുണ്ടാവും.
The company must think seriously about whether invest further in these businesses. Investing question mark is risky. If successful question mark could be turned into a star. The ക്വസ്റ്റ്യൻ മാർക്കിൽ ആ ഒരു കേസിൽ നമുക്ക് റിസ്ക് ധാരാളം ഉണ്ടാവും. അത് ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ മാർക്ക് സക്സസ് ആവുകയാണെങ്കിൽ അത് എന്തിലേക്ക് മാറും? സ്റ്റാറിലേക്ക് മാറും. ഡോഗ്സ്. ദീസ് ബിസിനസ് പ്രൊഡക്റ്റ് ഹാവ് എ ലോ മാർക്കറ്റ് ഷെയർ ആൻഡ് ദേ ആർ ലോ ഗ്രോത്ത്. ലോ മാർക്കറ്റ് ഷെയറും ലോ ആണ്, എന്നാൽ ഈ ഗ്രോത്തും ലോ ആണ്. ഇത് രണ്ടും ലോ ആകുമ്പോഴാണ് എന്ത് വരുന്നത്? ഡോഗ്സിൻ്റെ കാറ്റഗറീസിൽ വരുന്നത്. ദേ ആർ നോട്ട് ഏബിൾ ടു ബ്രിങ് ഇൻ മച്ച് ക്യാഷ്. Dogs are not always loss-making, but they can be drain or resources. Therefore, dogs are also called cash traps or pets. These are usually products in the late maturity of declining stages in PLC. Dogs should be either sold off or managed carefully. Based on BCG metric, the following strategies may be adopted for SBUs. ഏതൊക്കെയാണ് നോക്കാം. Building. This strategy is appropriate for question mark, which can be developed into star. അതായത് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കിന് ആപ്റ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറിലേക്ക് മാറാം. അതിൽ കുറച്ചും കൂടി അതിന് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വന്നാൽ ഇത് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റാറിലേക്ക് കൺവേർട്ട് ആവും. ഹോൾഡിംഗ്. ദിസ് ഇസ് അപ്രോപ്രിയേറ്റ് ഫോർ ക്യാഷ് കൗസ് ടു റിലേറ്റ് ദ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഓവർ എ പീരീഡ് ഓഫ് ഇൻ ദ ഫ്യൂച്ചർ. അത് ഫ്യൂച്ചറിലേക്കുള്ളൊരു ക്യാഷ് ഫ്ലോനെ റിയലൈസ് ചെയ്യാനുള്ളതാണ് ഹോൾഡിങ്സ്. അതായത് ക്യാഷ് കൗവിനാണ് അത് ആപ്റ്റ് ആയിട്ടുള്ളത്. ഹാർവെസ്റ്റിംഗ്. ദിസ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് ഡോഗ്സ് ദാറ്റ് ഹോൾഡ് സം പ്രോമിസ്. ഇറ്റ് ഇൻവോൾവ് എലിമിനേറ്റിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, റെഡ്യൂസിംഗ് അഡ്വർടൈസിംഗ് എക്സ്പെൻസസ്, എക്സെട്ര. The divesting. This is suitable for question marks and dog that are showing poor performance. ഏറ്റവും poor performance കാഴ്ചവെക്കുന്ന ഏതാണ്? ഡോഗ്സ്. It involves selling or liquidating the business because resources can be better used elsewhere. ഇനി ഈ BCG മാട്രിക്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് സിമ്പിൾ ടു ഇംപ്ലിമെൻറ്റ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതായത് നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൂടെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാർക്കറ്റ് ഷെയർ ലോ ആണോ ഹൈ ആണോ, അതുപോലെ ഗ്രോത്ത് റേറ്റ് ലോ ആണോ ഹൈ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇറ്റ് പിൻ പോയിൻറ്റ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ വീക്ക്നെസ്സും അതേപോലെ തന്നെ സ്ട്രെങ്ത്തും അതുപോലെ നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഹെൽപ്സ് ടു പ്രയോറിറ്റൈസ് പ്രൊഡക്റ്റ് ഓർ ബിസിനസ്. It helps to allocate resources based on strategic importance of the product or business. It helps to monitor performance of the business unit or product on the basis of strategy can be formulated. അതൊരു ബിസിനസ് യൂണിറ്റിൻ്റെ പ്രൊഡക്ട്സിനെ മോണിറ്റർ ചെയ്യാൻ, പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നു. It helps the companies to determine how to deploy cash resources best to maximize future growth and profitability. എങ്ങനെയൊക്കെ ഒരു ക്യാഷ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചർ ഗ്രോത്തും മാക്സിമൈസ് ചെയ്യാനും പ്രോഫിറ്റബിളായിട്ട് നടത്താനും ഒക്കെ എങ്ങനെ അത് സഹായിക്കുന്നു. ഡിസഡ്വാൻറ്റേജസ് ഓഫ് BCG മെട്രിക്സ്. എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. ദിസ് മോഡൽ ഡസ് നോട്ട് കൺസിഡർ സ്മോൾ കോമ്പറ്റീറ്റേഴ്സ് വിത്ത് റാപ്പിഡ്ലി ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയർസ്. ഇത് സ്മോൾ കോമ്പറ്റീറ്റേഴ്സിന്, അതായത് മാർക്കറ്റ് ഷെയർ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ കോമ്പറ്റീറ്റേഴ്സിനെ ഇത് കൺസിഡർ ചെയ്യുന്നില്ല. ഈവൻ ബിസിനസ്സസ് വിത്ത് ലോ മാർക്കറ്റ് ഷെയർ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ജനറേറ്റ് പ്രോഫിറ്റ്. മാർക്കറ്റ് ഷെയർ കുറവാണെങ്കിലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പല കമ്പനികൾക്കും സാധിക്കുന്നുണ്ട്. ഇറ്റ് അസ്യൂം ദാറ്റ് ദ മാർക്കറ്റ് ഷെയർസ് ആൻഡ് മാർക്കറ്റ് ഗ്രോത്ത് ആർ ഓൺലി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സക്സസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. Thus, it ignores some important factors that may affect the product performance, business performances, etc. അത് ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ആകെ കാണുന്നത്? എന്താ? മാർക്കറ്റ് ഷെയറും മാർക്കറ്റ് ഗ്രോത്തും മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഒരു ബിസിനസ് അല്ലെങ്കിൽ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേറെയും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആൻഡ് പ്രൊജക്ഷൻ ദാറ്റ് മേ നോട്ട് ബി ആക്യുറേറ്റ് ഓർ റിലയബിൾ ഡ്യൂ ടു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ആൻഡ് അൺസർട്ടനിറ്റീസ്. ഇത് നമുക്ക് ബേസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ അല്ലെങ്കിൽ പ്രൊജക്ഷൻ്റെ ബേസിസിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അൺസർട്ടനിറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുന്ന മാർക്കറ്റ് ഡൗൺ ആവുക, അതൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നു. ദർ ഇസ് എ പ്രോബ്ലം ഓഫ് ഗെറ്റിംഗ് ഡാറ്റ ഓൺ ദ മാർക്കറ്റ് ഷെയർ ആൻഡ് മാർക്കറ്റ് ഗ്രോത്ത്. അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഡാറ്റ കിട്ടുന്നതും ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് ഈ മാർക്കറ്റ് ഷെയറിനെയും മാർക്കറ്റ് ഗ്രോത്തിനെയും ബാധിക്കുന്നു. A high market share does not necessarily lead to profitability at that time. എല്ലാ സമയങ്ങളിലും ഹൈ മാർക്കറ്റ് ഷെയർ ഉള്ളതുകൊണ്ട് പ്രോഫിറ്റബിൾ ആവണം എന്ന് നമുക്ക് തീരുമാനിക്കാനും സാധിക്കില്ല.
BCG മെട്രിക് അനാലിസിസ് ഓഫ് ആപ്പിൾ പ്രൊഡക്റ്റ്. 4 ആപ്പിൾ പ്രൊഡക്ട്സിൻ്റെ BCG മെട്രിക് അനാലിസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Apple's BCG metrics analysis show that iPods belong to the dogs category due to intense competition and limited consumer demand. അതായത് ഐപോഡ്സ് ഏത് കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്? ഡോഗ്സ് കാറ്റഗറി. അതായത് അതിൽ എന്തുകൊണ്ട് കോമ്പറ്റീഷൻ കൂടുന്നതുകൊണ്ടും കൺസ്യൂമറിന് ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ടും ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഐമാക് വന്നിരിക്കുന്നത് ക്യാഷ് കൗ കാറ്റഗറിയിലാണ്. ആപ്പിൾ ഐട്യൂൺ ആൻഡ് ഐമാക് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ cash cows. This is because products have maintained their market dominance and increased cash flow at the same time. ക്യാഷ് ഫ്ലോ കൂടുന്നുണ്ട്, അതനുസരിച്ച് മാർക്കറ്റ് ഡൊമൈൻ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ആപ്പിൾ ടി വി, അത് ഏതിൽ വന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ മാർക്കിൽ. ആപ്പിൾ ടി വി ക്യാൻ ബി പ്ലേസ് ഇൻ ദ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്. ദിസ് ഈസ് എ ന്യൂ പ്രൊഡക്റ്റ് ദാറ്റ് ഹാസ് ലോ പ്രോഫിറ്റബിലിറ്റി ഫോർ ദ മൊമെൻറ്റ്. ഇത് ന്യൂ പ്രൊഡക്റ്റാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, എന്നാൽ അതിൽ പ്രോഫിറ്റബിലിറ്റി കുറവാണ്. നെക്സ്റ്റ് വൺ ഐഫോൺ ആണ് സ്റ്റാർ കാറ്റഗറിയിൽ വരുന്നത്. ആപ്പിൾ ഐഫോൺ ബിലോങ്സ് ടു സ്റ്റാർ കാറ്റഗറി. ഇറ്റ് ബ്രിങ് ദ മോർ പ്രോഫിറ്റ് ടു ദ കമ്പനി. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ലീഡർ ടു. അതായത് ഇതിൽ ഐഫോൺ ആണ് ഏറ്റവും ടോപ്പായിട്ടുള്ള കാറ്റഗറി ആയിട്ടുള്ള സ്റ്റാറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കമ്പനിക്ക് ലാഭമുണ്ട്, പ്രോഫിറ്റും നേടിക്കൊടുക്കാൻ സാധിക്കുന്നു.